ഡി സിയുടെ ആനിമേറ്റഡ് മൂവി യൂണിവേഴ്സായ DCAMU നിങ്ങൾ മിക്കവരും കണ്ടിട്ടുള്ളൊരു കണ്ടന്റ് ആയിരിക്കും. ഫ്ലാഷ് പോയിന്റ് പാരഡോക്സ് മുതൽ ഡാർക്ക് അപ്പോക്കലിപ്സ് വരെ നീണ്ടു നിൽക്കുന്ന 16 സിനിമകളിലെ കണ്ടിന്യൂറ്റി എൻ്റെ അടക്കം ഒരുപാട് പേരുടെ ഫേവറേറ്റ് DC യൂണിവേഴ്സുകളിൽ ഒന്ന് തന്നെയാണ്. എന്നാൽ ഈ ഒരു യൂണിവേഴ്സ് ഡാർക്ക് അപ്പോക്കലിപ്സ് വരോടെ അവസാനിച്ചിട്ടില്ല. അതിനുശേഷം വന്ന ടുമോറോവേഴ്സ് എന്ന പുതിയ കണ്ടിന്യൂറ്റി പുതിയൊരു യൂണിവേഴ്സ് അല്ല, മറിച്ച് DCAMUവിൻ്റെ ഫേസ് 2 ആണെന്ന് ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആയിരിക്കുകയാണ്. ഡാർക്ക് അപ്പോക്കലിപ്സ് വാർ വരെയുള്ള DCAMUവിൻ്റെ ഫേസ് 1 കണ്ട് ഫേവറേറ്റ് ആയ ആൾക്കാരിൽ പോലും എത്ര പേർ ടുമോറോവേഴ്സ് കണ്ടിട്ടുണ്ടെന്ന കാര്യം സംശയമാണ്. ഇതിന് കാരണം റീസെൻ്റ്ലി ഉണ്ടായ സൂപ്പർ ഹീറോ ഫറ്റീഗും പിന്നെ കമ്പാരിറ്റീവ്ലി വെച്ച് നോക്കുമ്പോഴുള്ള മൂവീസിൻ്റെ ക്വാളിറ്റി ഡ്രോപ്പും ചേഞ്ച് ഓഫ് ആനിമേഷൻ സ്റ്റൈലും ഒക്കെയാണ്. എന്നിരുന്നാലും അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സ് തന്നെയാണ് ടുമോറോവേഴ്സ് ആൻഡ് DCAMUവിൻ്റെ ഒഫീഷ്യൽ എൻഡിങ് എന്ന് പറയുന്നത് ഇപ്പോൾ വന്ന ക്രൈസിസ് ഓൺ ഇൻഫിനിറ്റി അടുത്ത് പാർട്ട് 3 സോ ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടുമോറോവേഴ്സിൻ്റെ വാച്ച് ഓർഡറിനെ കുറിച്ചിട്ടും ബാക്കി കണ്ടൻസിനെ കുറിച്ചിട്ടുമാണ്. വെൽക്കം ടു കൊമിക് മന്ത്ര. ഞാൻ ശ്രീനന്ദൻ ചെങ്ങന്നൂർ. സൂപ്പർമാൻ മാൻ ഓഫ് ടുമോറോ 2020 DCAMU ഫേസ് 1 അവസാന സിനിമ ജയിൽ ഡാർക്ക് അപ്പോക്കലിപ്സ് വാർ റിലീസ് ആവുന്നത്. ആ വർഷം തന്നെ ഫേസ് 2 തുടക്കമായ മാൻ ഓഫ് ടുമോറോയും നമുക്ക് കിട്ടി. ബേസിക്കലി ഈ സിനിമയുടെ പേര് മാൻ ഓഫ് ടുമോറോ എന്നായതുകൊണ്ട് തന്നെയാണ് ഫേസ് 2 ടുമോറോവേഴ്സ് എന്നറിയപ്പെട്ടത്. ഡാർക്ക് അപ്പോക്കലിപ്സ് വാറിൻ്റെ എൻഡിങ്ങിന് ശേഷം ഉണ്ടായ പുതിയ യൂണിവേഴ്സിലാണ് ടുമോറോവേഴ്സിലെ സ്റ്റോറീസ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ മാൻ ഓഫ് ടുമോറോയിലെ പുതിയ ആനിമേഷൻ സ്റ്റൈൽ പൊരുത്തപ്പെടാൻ എനിക്കടക്കം ഒരുപാട് പേർക്ക് സമയം പിടിച്ചു. അതുകൊണ്ട് തന്നെ ഈ ഒരു ആനിമേഷൻ സ്റ്റൈൽ ഒത്തിരി നെഗറ്റീവായിട്ടും കടന്നു വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മുൻ മൂവീസിനെ പോലെ അത്ര ഡാർക്ക് ആൻഡ് ഗ്രിറ്റി ആയിരുന്നില്ല. സൂപ്പർമാൻ്റെ ഒരു ക്ലാസിക് സ്റ്റൈലിൽ ഇച്ചിരി ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടായിരുന്നു ഈ സിനിമ വന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഫ്യൂച്ചർ യൂണിവേഴ്സിലേക്കുള്ള കണക്ഷൻസും ഇത് ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലോബോ അടക്കം ഒത്തിരി ഫാൻ ഫേവറേറ്റ് ക്യാരക്ടേഴ്സ് ഉള്ള ഈ ഒരു മൂവി അത്യാവശ്യം വാച്ചബിളായ ഒന്ന് തന്നെയാണ്. ആഡം സ്ട്രേഞ്ച് DC ഷോക്കേസ് എന്ന ബ്രാൻഡിന് കീഴിൽ ഒരുപാട് ആനിമേറ്റഡ് ഷോർട്ട് ഫിലിംസ് പണ്ട് മുതലേ DC റിലീസാക്കുന്നതാണ്. പക്ഷേ ഇവയെല്ലാം തന്നെ സ്റ്റാൻഡ് അലോൺ ആയിരുന്നു. പക്ഷേ ആഡം സ്ട്രേഞ്ച് മുതൽ ഇങ്ങോട്ട് വന്നിട്ടുള്ള എല്ലാ ഷോക്കേസ് ഫിലിംസും ടുമോറോവേഴ്സ് അല്ലെങ്കിൽ ഫേസ് 2 ഡയറക്റ്റ്ലി കണക്ഷൻ ഉള്ളവയും ഈ ക്യാരക്ടേഴ്സൊക്കെ പിന്നെയുള്ള മൂവീസിൽ അപ്പിയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഷോർട്ട് ഫിലിംസും നിർബന്ധമായിട്ട് കണ്ടിരിക്കണം. അക്കൂട്ടത്തിൽ ആദ്യത്തേതാണ് ആഡം സ്ട്രേഞ്ച്. ആഡം സ്ട്രേഞ്ച് എന്ന ക്യാരക്ടർ റാൻ എന്ന പ്ലാനറ്റിൽ പെട്ടുപോയൊരു ഹ്യൂമനാണ്. അവിടെ തനകാരിയൻ ആർമി ഇൻവേഡ് ചെയ്യുന്നതും അതുമൂലം ഉണ്ടാകുന്ന കോൺഫ്ലിക്ട്സുമാണ് പുള്ളിയുടെ ഫ്ലാഷ് ബാക്സ് ആയിട്ട് ഈ ഒരു ഷോർട്ട് ഫിലിമിൽ പറഞ്ഞിട്ടുള്ളത്. ടെക്നിക്കലി ആഡം സ്ട്രേഞ്ച് ആണ് ഈ ഫേസ് 1 ആദ്യ സിനിമയെന്ന് പറയേണ്ടി വരും. കാരണം ഡാർക്ക് അപ്പോക്കലിപ്സ് വാറിൻ്റെ കൂടെ DVDയുടെ കൂടെ എക്സ്ട്രാ ആയിട്ടാണ് ഈ ഒരു സിനിമ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഒഫീഷ്യലി ഒരു ഫീച്ചർ ഫിലിമായിട്ട് വന്നത് മാൻ ഓഫ് ടുമോറോ ആയതുകൊണ്ട് തന്നെ ടുമോറോവേഴ്സ് എന്നത് അറിയപ്പെട്ടു. ജസ്റ്റിസ് സൊസൈറ്റി വേൾഡ് വാർ 2 2021 ടുമോറോവേഴ്സിലെ രണ്ടാം ഫീച്ചർ ഫിലിമും അതേസമയം ലോകത്തിലെ തന്നെ ആദ്യ സൂപ്പർ ഹീറോ ടീമായ JSAയുടെ ഫസ്റ്റ് ഫിലിം അഡാപ്റ്റേഷനുമായ വേൾഡ് വാർ 2 റിലീസ് ആവുന്നത്. ബേസിക്കലി മാൻ ഓഫ് ടുമോറോ അടുത്തുള്ള ഫ്ലാഷ് അറിയാതെ ട്രാവൽ ചെയ്ത് എർത്ത് 2 എന്ന പാരലൽ റിയാലിറ്റിയിലേക്ക് എത്തുകയും അവിടെ നാസികൾക്കെതിരെ പോരാടുന്ന വേൾഡ് വാർ 2 സമയത്തെ ജസ്റ്റിസ് സൊസൈറ്റി മെമ്പേഴ്സിനെ കണ്ടുമുട്ടുകയും ചെയ്യുന്നതാണ് ഈ ഒരു സിനിമയുടെ സ്റ്റോറി. അപ്പോൾ മൾട്ടിവേഴ്സ് എന്ന കോൺസെപ്റ്റ് ഈ കണ്ടിന്യൂറ്റിയിൽ ആദ്യമായിട്ട് കടന്നു വരുന്നത് വേൾഡ് വാർ 2 ഫ്യൂച്ചറിൽ മൾട്ടിവേഴ്സ് വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഘടകമാവുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ബിൽഡിംഗ് ബ്ലോക്ക് തന്നെയാണ് ഈ സിനിമയെന്ന് പറയാം. മാത്രമല്ല നേരത്തെ പറഞ്ഞ ആനിമേഷൻ സ്റ്റൈലുമായിട്ടൊക്കെ കുറച്ചുകൂടെ പൊരുത്തപ്പെടാൻ ഇച്ചിരിയുടെ ക്വാളിറ്റി സ്റ്റോറി ആയതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമയിലൂടെ സാധിച്ചു. എന്തായാലും ടുമോറോവേഴ്സിൽ ഒരു ടേണിംഗ് പോയിന്റ് തന്നെയായിരുന്നു സെക്കൻഡ് മൂവിയായ വേൾഡ് വാർ 2. കമാൻഡി ദ ലാസ്റ്റ് ബോയ് ഓൺ എർത്ത് 2020 ടുമോറോവേഴ്സിലെ രണ്ടാം ഷോർട്ട് ഫിലിമായ കമാൻഡ് റിലീസ് ആവുന്നത്. ബേസിക്കലി ഇതിൻ്റെ ഒറിജിനൽ കോമിക്സ് പ്ലാനറ്റ് ഓഫ് ദി എപ്സ് എന്നൊക്കെ കുറച്ച് ഇൻസ്പയർഡ് ആണെന്ന് പറയാം. ഒരു ഡിസ്റ്റോപ്പിയൻ പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് ലോകത്ത് ഹ്യൂമൻസ് ഒന്നടങ്കം പതിയെ ഇല്ലാതാവുകയും എയ്പ്സ് അടക്കമുള്ള ആനിമൽസ് ഇൻ്റലിജൻ്റായി മാറി അവിടെ ഭരിക്കുകയും ചെയ്യുന്നതാണ് ഇതിൻ്റെ കോർ പ്ലോട്ട്. അതിൻ്റെ ആ ഒരു ലോകത്തിലെ ഏറ്റവും അവസാനത്തെ ബോയിയായി കമാൻഡിയും. അപ്പോൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നല്ല വേൾഡ് ബിൽഡിങ്ങും അതേപോലെ ക്യാരക്ടർ ഡെവലപ്മെൻറ്റും ഒക്കെ കമാൻഡിയുടെ ഷോർട്ട് ഫിലിം നൽകുന്നുണ്ട്. ജസ്റ്റിസ് സൊസൈറ്റി വേൾഡ് വാർ 2 കൂടാണ് ഈ ഒരു ഷോർട്ട് ഫിലിം റിലീസായത്. ബാറ്റ്മാൻ ദ ലോങ് ഹാലോവിൻ ബാറ്റ്മാൻ കോമിക്സിലെ ഏറ്റവും ക്ലാസിക്കൽ ഒന്നായി കൺസിഡർ ചെയ്യപ്പെടുന്ന ജെഫ് ലോബും ടിംസേലും ചേർന്നെഴുതിയ ലോങ് ഹാലോവിൻ സ്റ്റോറി ലൈൻ സിനിമയാക്കിയപ്പോൾ 2 പാർട്ടായി ഇറക്കേണ്ടി വന്നു. ഒരു മാസത്തെ വ്യത്യാസത്തിലാണ് 2021 ലോങ് ഹാലോവിൻ പാർട്ട് 1 പാർട്ട് 2 റിലീസായത്. അതിന് രണ്ടും കൂടെ ചേർന്നൊരു ഡീലക്സ് എഡീഷനും അവൈലബിൾ ആണ്. ബാറ്റ്മാൻ്റെ തുടക്കകാലത്തെ കഥയാണ് പറയുന്നതെങ്കിൽ പോലും ജോക്കർ, ടൂ ഫേസ്, പോയിസൺ ഐവി, കാറ്റ്വുമൺ തുടങ്ങി റോഗ് ഗാലറിയിലെ മെയിൻ ആയിട്ടുള്ള മെമ്പേഴ്സൊക്കെ തന്നെ അപ്പിയർ ചെയ്യുന്നുണ്ട്. ബാറ്റ്മാൻ്റെ യൂണിവേഴ്സിലേക്കുള്ള മെയിൻ എൻട്രി മാത്രമല്ല ഡാർക്ക് ആൻഡ് ഗ്രിറ്റി സ്റ്റോറീസ് ഈ യൂണിവേഴ്സിലോട്ട് ആദ്യമായിട്ട് കടന്നു വന്നത് ലോങ് ഹാലോവിനിലൂടെ തന്നെയായിരുന്നു. നേരത്തെ വന്ന സൂപ്പർമാൻ ഓഫ് ടുമോറോ ആയിരുന്നെങ്കിലും വേൾഡ് വാർ 2 ആയിരുന്നെങ്കിലും കുറച്ചുകൂടെ ഒരു ലൈറ്റ് ഹാർട്ടഡ് സ്റ്റോറീസ് ആയിരുന്നു. എന്നാൽ ലോങ് ഹാലോവിനിലൂടെ ഗോതത്തിൻ്റെ ഒരു ഡാർക്ക് സൈഡും ഈ ഒരു യൂണിവേഴ്സിലെത്തി. ദ ലൂസേഴ്സ് ബാറ്റ്മാൻ ദ ലോങ് ഹാലോവിൻ്റെ കൂടെ റിലീസായ ഷോക്കേസ് ഷോർട്ട് ഫിലിമാണ് ദ ലൂസേഴ്സ്. വേൾഡ് വാർ 2 ഔട്ട്കാസ്റ്റായ ഒരു കൂട്ടം സോൾജേഴ്സിനെയാണ് ഇത് ലൂസേഴ്സ് എന്ന പേരിൽ അവതരിപ്പിക്കുന്നത്. ആൻഡ് ഈ ഒരു ടീം ഓഫ് സോൾജേഴ്സ് ഒരു ദിനോസർ ഐലൻഡിൽ എത്തിപ്പെടുകയും അവിടെ സ്പേസ് ടൈം അനോമലിയെ പറ്റി റിസർച്ച് ചെയ്യുകയും ദിനോസറായിട്ട് ഫൈറ്റ് ചെയ്യുന്നതൊക്കെയാണ് ഈ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ സ്റ്റോറി. അത്യാവശ്യം എൻഗേജിങ് ആൻഡ് ത്രില്ലിംഗ് ആണ് ഈ ഒരു ഷോർട്ട് ഫിലിം. ബ്ലൂ ബീറ്റിൽ ബാറ്റ്മാൻ ദ ലോങ് ഹാലോവിൻ്റെ കൂടെ റിലീസായ ഈ ഷോക്കേസ് ഷോർട്ട് ഫിലിമിൽ ഒറിജിനൽ ബ്ലൂ ബീറ്റിലായ ടെഡ് കോഡാണ് കടന്നു വരുന്നത്. നമ്മൾ DCUവിലെ ലൈവ് ആക്ഷൻ സിനിമയിൽ മെയിനായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നത് ജെയ്മി റൈസ് എന്ന ബ്ലൂ ബീറ്റിലിനെയാണ്. ആ സിനിമയുടെ മിഡ് ക്രെഡിറ്റ് സീനിൽ റെഫർ ചെയ്യുന്നത് ഈ പറഞ്ഞ ഒറിജിനൽ ടെഡ് കോഡിനെയാണ്.
ആൻഡ് 1967 പുറത്തിറങ്ങിയ ക്ലാസിക് സ്പൈഡർമാൻ ആനിമേറ്റഡ് സീരീസിൻ്റെ ഒരു പാരഡി പോലെയാണ് ഈ ഒരു ഷോർട്ട് ഫിലിം കടന്നു വന്നിരിക്കുന്നത്. ബ്ലൂബീത്തിൻ്റെ കൂടെ തന്നെ മറ്റ് DC ഐക്കോണിക് ക്യാരക്ടേഴ്സായ ക്യാപ്റ്റൻ ആറ്റം, നൈറ്റ് ഷെയ്ഡ്, ക്വസ്റ്റ്യൻ, ഡോക്ടർ സ്പെക്ട്രോ എന്നിവരും ഈ ഒരു ഷോർട്ട് ഫിലിമിൽ കടന്നു വരുന്നുണ്ട്. കോൺസ്റ്റന്റീൻ ദ ഹൗസ് ഓഫ് മിസ്റ്ററി. ഈ ഒരു ഷോർട്ട് ഫിലിം ഇറങ്ങുന്നത് വരെ ഞാനും വിചാരിച്ചുകൊണ്ടിരുന്നത് ടുമോറോവേഴ്സ് പുതിയൊരു യൂണിവേഴ്സാണ്, അത് DCMയുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല, എങ്ങനെയൊക്കെ മുന്നോട്ട് പോയി കുറേ പടങ്ങൾ ഇറക്കും, കൺക്ലൂഡ് ആവുന്നൊക്കെയായിരുന്നു. പക്ഷേ ആക്ച്വലി DCMയുമായിട്ട് ഡയറക്റ്റ് കണക്ഷൻ ഉണ്ടെന്നും എസ്പെഷ്യലി ഡാർക്ക് അപ്പോക്കലിപ്സ് കൊണ്ട് ഒരു കണ്ടിന്യൂവേഷനാണ് ടുമോറോവേഴ്സ് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കുന്നത് ഹൗസ് ഓഫ് മിസ്റ്റർ റിലീസ് ആവുന്നതിലൂടെയാണ്. ആകെ 20 മിനിറ്റ് മാത്രമേ ഉള്ളെങ്കിൽ ഇപ്പോൾ ഒരു സ്പെഷ്യൽ DVD റിലീസ് തന്നെ ഇതിന് കിട്ടിയത് ഇത്രയധികം ഇമ്പോർട്ടൻസ് ഉള്ളത് കൊണ്ട് തന്നെയാണ്. സോ ഡാർക്ക് അപ്പോക്കലിപ്സ് വാർ വരെ കണ്ട ഒരാളാണ് നിങ്ങളെങ്കിൽ, ബാക്കി മൂവീസ് കണ്ടില്ലെങ്കിലും ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഹൗസ് ഓഫ് ദ മിസ്റ്ററി കാണാവുന്നതാണ്. വെറും 20 മിനിറ്റിൽ മൾട്ടിവേഴ്സിൻ്റെ ഒരു നെക്സസ് പോയിൻ്റായിട്ട് തന്നെ മാറാൻ ഈ ഒരു ഷോർട്ട് ഫിലിമിന് സാധിച്ചിട്ടുണ്ട്. ഗ്രീൻ ലാൻറ്റേൺ ബിവെയർ മൈ പവർ. 2022 ഈ യൂണിവേഴ്സിലെ ആദ്യ ഗ്രീൻ ലാൻറ്റേൺ സോളോ ഫിലിമായ ബിവെയർ മൈ പവർ റിലീസാവുന്നത്. ജോൺ സ്റ്റുവർട്ടിനെയാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ പോലും മറ്റ് ചില ഗ്രീൻ ലാൻറ്റേൺസും പിന്നെ ചില DC സൂപ്പർ ഹീറോസും ഒക്കെ ഇതിൽ പ്രധാന റോൾസ് വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് കോമിക്സിലെ കുറേ സ്റ്റോറി ലൈൻസ് ഒരുമിച്ച് കുത്തിക്കയറ്റി അവിയൽ വരുവാക്കിയ പോലെയാണ് എനിക്ക് തോന്നിയത്. കൂട്ടത്തിൽ എൻ്റെ ലീസ്റ്റ് ഫേവറേറ്റ് മൂവിയാണ് ബിവെയർ മൈ പവർ. റേറ്റിംഗ് പറഞ്ഞാൽ ഏറ്റവും താഴെ പറയുന്നൊരു മൂവിയാണ്. പക്ഷേ സ്റ്റിൽ ഫാൻ സർവീസ് കിട്ടിയിട്ടുണ്ട്, അതേപോലെ ചില നല്ല മൊമെൻറ്റ്സ് കിട്ടിയിട്ടുണ്ട്. ഓൾസോ ഫ്യൂച്ചർ കൺക്ലൂഷനിലോട്ട് വരുമ്പോൾ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു മൂവി തന്നെയാണ്. സോ നിർബന്ധമായിട്ടും ഈ സിനിമ കണ്ടിരിക്കണം. ലീജിയൺ ഓഫ് സൂപ്പർ ഹീറോസ്. 2023 DCയുടെ ഫ്യൂച്ചറിസ്റ്റിക് സൂപ്പർ ടീമായ ലീജിയൺ ഈ യൂണിവേഴ്സിലേക്ക് ആദ്യമായി കടന്നു വരുന്നത്. എന്നാൽ ഈ സിനിമ ലീജിയൻ്റെ സിനിമ എന്നതിനെക്കാട്ടിലും സൂപ്പർ ഗേളിൻ്റെ സിനിമ എന്ന് പറയുന്ന ഉചിതം. കാരണം ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് സൂപ്പർ ഗേളിനെയും ബ്രെയിനിയാക്കിനെയാണ്. ബാക്കി ലീജിയൻ മെമ്പേഴ്സൊക്കെ ജസ്റ്റ് സപ്പോർട്ടിംഗ് കാസ്റ്റ് മാത്രം. ക്രൈസിസ് ട്രിലജിയിൽ ഏറ്റവും അധികം ഇമ്പോർട്ടൻറ്റ് റോൾസിൽ വരുന്ന ക്യാരക്ടറാണ് സൂപ്പർ ഗേൾ. അതുകൊണ്ട് തന്നെ സൂപ്പർ ഗേളിൻ്റെ ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് ആൻഡ് ആർക്ക് കാണിക്കുന്ന ഈ സിനിമ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ അത്ര ഒരു കിഡു സിനിമ അല്ലെങ്കിൽ പോലും ക്രൈസിസിന് വേണ്ടി നിങ്ങളിത് കണ്ടാൽ വോർത്തായിരിക്കും. ജസ്റ്റിസ് ലീഗ് വാർ വേൾഡ്. 2023 യൂണിവേഴ്സിലെ ആദ്യ ജസ്റ്റിസ് ലീഗ് ടീമപ്പ് മൂവിയായ വാർ വേൾഡ് റിലീസാവുന്നത്. ടീമപ്പ് മൂവി എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും സൂപ്പർമാൻ, ബാറ്റ്മാൻ, വണ്ടർ വുമൺ എന്ന ട്രിനിറ്റിയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ സ്ഥിരം കണ്ട് ശീലിച്ചൊരു സൂപ്പർ ഹീറോ ഫിലിം പോലെയല്ല ഇത് കൈൻഡ് ഓഫ് വിയേർഡ് ആൻഡ് ഡിഫറൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ എനിക്കൊരു പേഴ്സണൽ ഇൻട്രസ്റ്റിനോട് കൂടുതലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് പ്രതീക്ഷിച്ച് പോവുക. ഒരു സ്ഥിരം ജസ്റ്റിസ് ലീഗ് ആക്ഷൻ മൂവി പ്രതീക്ഷിച്ച് പോകാതിരിക്കുക. മാത്രമല്ല തൊട്ടടുത്ത് വരുന്ന ക്രൈസിസ് ആണ്, അതിലേക്കുള്ളൊരു ഡയറക്റ്റ് കണക്ഷൻ കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു സിനിമയിൽ ബിൽഡ് ചെയ്യുന്നുണ്ട്. ക്രൈസിസ് ഓൺ ഇൻഫിനിറ്റ് എർത്ത്. 1985 DC കോമിക്സിനെ എന്നല്ല കോമിക് വേൾഡിനെ തന്നെ ഏറ്റവും അധികം ഇൻഫ്ലുവൻസ് ചെയ്ത ക്രൈസിസ് ഓൺ ഇൻഫിനിറ്റ് എർത്ത് മൾട്ടിവേഴ്സൽ ഇവന്റിൻ്റെ കടന്നുവരവ്. അന്നേ വരെ കണ്ട DCയുടെ പല യൂണിവേഴ്സിലെ ക്യാരക്ടേഴ്സ് ഒരൊറ്റ ത്രെറ്റിനേരെ ഒരുമിച്ച് കൂടി ടീമപ്പ് ആവുന്നതായിരുന്നു ഈ മൾട്ടിവേഴ്സൽ ക്രോസ് ഓവറിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഈ ഒരു ക്രൈസിസ് വന്നതിന് ശേഷമാണ് DC കോമിക്സിൻ്റെ സ്ട്രക്ചർ തന്നെ മാറുകയും അതേപോലെ ഇടയ്ക്കിടെ വലിയ മൾട്ടിവേഴ്സൽ ഇവൻറ്റ്സ് വരികയും ചെയ്തത്. സോ നമ്മൾ ഇന്നീ കാണുന്ന DC ഉണ്ടാവാനുള്ള വലിയ കാരണം ക്രൈസിസ് ഇവൻ്റ് തന്നെയാണ്. പിന്നീട് CW ലൈവ് ആക്ഷനായിട്ട് ക്രൈസിസ് അഡാപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ആനിമേഷനിലേക്ക് വരുമ്പോൾ DCMUവിൻ്റെ അവസാന ഭാഗമായിട്ട് വരുന്ന ക്രൈസിസ് 3 ഭാഗങ്ങളായിട്ടാണ് ഇവർ എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഈ 3 സിനിമകൾ ഇപ്പോൾ റിലീസായിട്ടുണ്ട്. ഈ വർഷം തന്നെയാണ് 3 സിനിമകളും റിലീസായത്. ആൻഡ് ക്രൈസിസിൻ്റെ അവസാനത്തോടു കൂടി ഫേസ് 2 ആയ ടുമോറോവേഴ്സും ആ വഴി DCMUവും ഇപ്പോൾ നിലവിൽ അവസാനിച്ചിരിക്കുകയാണ്. ക്രൈസിസ് പാർട്ട് 3യോടുകൂടി DCMUവിലെ രണ്ടാം ഫേസായ ടുമോറോവേഴ്സ് ഒഫീഷ്യലി എൻഡ് ആയിരിക്കുകയാണ്. ഇനി അടുത്തൊരു ഫേസ് അഥവാ ഫേസ് 3 DCMUവിന് ഉണ്ടാവുമെന്ന് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻസ് ഉണ്ട്. സോഫാർ അങ്ങനെ ഒരു നെക്സ്റ്റ് ഫേസോ അല്ലെങ്കിൽ നെക്സ്റ്റ് യൂണിവേഴ്സോ വരുമെന്ന് ഒരു കൺഫർമേഷനും ഇല്ല. മാത്രമല്ല ജെയിംസ് ഗണ്ണിൻ്റെ DCUവിൽ ഇനി ആനിമേറ്റഡ് കണ്ടൻസ് കൂടെ ഇൻകോർപ്പറേറ്റ് ആക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ യൂണിവേഴ്സ് സ്റ്റാർട്ട് ആവുന്നത് തന്നെ ക്രീച്ചർ കമാൻഡോസ് എന്ന് പറഞ്ഞ ആനിമേറ്റഡ് സീരീസ് വെച്ചിട്ടാണ്. സോ മിക്കവാറും DCയുടെ ഒരു ആനിമേറ്റഡ് സെൻട്രിക് യൂണിവേഴ്സ് ഇനി ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ ലോ ആണ്. വാച്ച്മെൻ പോലെ സ്റ്റാൻഡ് അലോൺ കണ്ടൻസും DCയുമായിട്ട് കണക്ട് ചെയ്യുന്ന കണ്ടൻസും വരുമായിരിക്കാം. പക്ഷേ ഒരു ആനിമേറ്റഡ് യൂണിവേഴ്സ് അല്ലെങ്കിൽ DCMൻ്റെ കണ്ടിന്യൂവേഷൻ വരാനുള്ള ചാൻസസ് വളരെ കുറവാണ്. ആൻഡ് ടുമോറോവേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓവറോൾ എൻഡിങ് അടക്കം നല്ലതായിരുന്നെങ്കിൽ കൂടെ നമ്മൾ നോക്കുമ്പോൾ കുറേ പടങ്ങൾ ഈ പറഞ്ഞ പോലെ മിഡ് അല്ലെങ്കിൽ കുറച്ച് ഡൗൺ ആയിരുന്നു. സോ അങ്ങനെയുള്ള മൂവീസൊക്കെ ഒരു യൂണിവേഴ്സ് കൊണ്ടുവരുന്നതിനെക്കാട്ടിലും നല്ലത് ഈ പറഞ്ഞ പോലെ DCയുമായിട്ട് ഇൻകോർപ്പറേറ്റഡ് ആക്കുന്നതും എൽസ് വേൾഡ് സ്റ്റോറീസും പറയുന്നതാണെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. DCക്ക് വാസ്റ്റായി ആനിമേറ്റഡ് കണ്ടൻസ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഈ പറഞ്ഞ DCAMUവിലെ ആദ്യ ഫേസ് അതായത് ഫ്ലാഷ് പോയിന്റ് മുതൽ അപ്പോക്കലിപ്സ് വാർ വരെയുള്ള 16 സിനിമകളാണ് ഓൾമോസ്റ്റ് എല്ലാവരും കണ്ടിട്ടുള്ളത്. ഇപ്പോൾ അതിൻ്റെ ബാക്കിയായി ഫേസ് 2 ടുമോറോവേഴ്സ് വന്നിരിക്കുന്നു. പക്ഷേ ടുമോറോവേഴ്സ് ക്രൈസിസ് ഒക്കെ കാണുന്നതിന് മുന്നേ നിങ്ങൾ DCയുടെ ബാക്കി വാസ്റ്റായിട്ടുള്ള ആനിമേറ്റഡ് കണ്ടൻസിനെ കുറിച്ച് അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. അത് നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു എക്സ്പീരിയൻസ് ഈ ഒരു യൂണിവേഴ്സ് കാണുമ്പോൾ കിട്ടും. പിന്നെ അതിനുവേണ്ടി മാത്രമല്ല DCക്ക് ഹൈ ക്വാളിറ്റി കണ്ടൻസ് ഈ പറഞ്ഞ DCAMUവിനും ടുമോറോവേഴ്സിനും എല്ലാം പുറത്തുണ്ട്. എസ്പെഷ്യലി സീരീസ് ബേസ്ഡ് ആയിട്ട് വന്നാൽ നമ്മളെല്ലാവരും കുട്ടിക്കാലത്ത് കണ്ട് ആസ്വദിച്ച ബാറ്റ്മാൻ ആനിമേറ്റഡ് സീരീസും ജസ്റ്റിസ് ലീഗ് അൺലിമിറ്റഡും ഒക്കെയുള്ള DCAU പിന്നെ ഒത്തിരി സ്റ്റാൻഡ് അലോൺ കണ്ടൻസും കണക്റ്റഡ് കണ്ടൻസും ഒക്കെ ഉണ്ട്.
അപ്പോൾ ഇതിനെ പറ്റിയിട്ടൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്ന ഒരു സെപ്പറേറ്റ് വീഡിയോ തന്നെ വേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ഞങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ ഇത്തരത്തിലുള്ള DC മാർവൽ കോമിക് ആനിമേ ഗെയിമിംഗ് കണ്ടൻസ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്തേക്കുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ കണ്ടുപിടുന്നവരേക്കും ദിസ് ഇസ് രമേശ് ചെങ്ങന്നൂർ സൈനിങ് ഓഫ് ഫ്രം കൊമിക് മന്ത്ര.